ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാവേലിക്കര മർത്തോമ ഇടവക യുവനസംഘത്തിൻ്റെ 2024 ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ധ്യാന പരമ്പരയുടെ ഭാഗമായി അടിയൻ ഇപ്രകാരം നിൽക്കാൻ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയോർത്താൻ തന്നെ ദൈവത്തെ സ്തുതിക്കട്ടെ. ക്രിസ്മസ് എന്നത് ക്രിസ്ത്യാനികൾക്കും മറ്റ് മതവിശ്വാസികൾക്കും ഒട്ടും അപരിചിതമായ കാര്യമല്ല. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് എന്തെങ്കിലും പുതുമയുടെ വചനങ്ങളോ വാക്യങ്ങളോ വ്യാഖ്യാനങ്ങളോ ഉണ്ടോ എന്ന ചോദ്യത്തിന് പലർക്കും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാകുമെന്നാകും മറുപടി. എന്നാൽ ക്രിസ്മസിന് പുതുമയുടെയോ വാക്യങ്ങളുടെയോ വചനങ്ങളുടെയോ ഒന്നും പുതുമോടി ഇല്ലെങ്കിലും ക്രിസ്മസ് എന്ന ആ വെള്ളി വെളിച്ചത്തിൻ്റെ കൃപയും കരുണയും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ക്രിസ്മസ് എന്നും ഒരു പുതുമയുടെ അനുഭവം തന്നെയാണ് എന്നത് ഉറപ്പാണ്. യേശു ക്രിസ്തു ജനനത്തിൽ പുതുക്കത്തിന്റെ മനസ്സുരക്കമുള്ളവർക്ക് മാത്രമേ ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും ഒക്കെ ലഭ്യമാകുകയുള്ളൂ. അപ്രകാരം എങ്ങനെ നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കണം, ക്രിസ്മസിന് വേണ്ടി എങ്ങനെ നമ്മുടെ മനസ്സുകളെ ഒരുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ചുറ്റുപാടിൽ നിന്നും വളരെ ചുരുക്കം കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തുവേശുവിൽ പുതുക്കത്തിന്റെ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്താനായിട്ട് സാധിക്കണം. എങ്ങനെ ക്രിസ്തുവേശുവിൽ പുതുക്കത്തിന്റെ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്താനായിട്ട് സാധിക്കും? എഫേസ്യർ 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. മുമ്പിലത്തെ മ്ലേച്ഛമായ ചതിമോഹങ്ങളാൽ വഷളായി നടന്നിരുന്ന, ചതിമോഹത്തിന്റെ ഇരുട്ടിൽ ജീവിച്ചിരുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംബന്ധമായി നീതിയിലും വിശുദ്ധിയിലും പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. പഴമയുടെ അടുക്കിൽ ജീവിക്കാതെ പുതുമയുടെ വെളിച്ചത്തിൽ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കാനായിട്ടാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്രകാരം പുതുമയുടെ ആത്മാവിനെ, പുതുമയുടെ മനുഷ്യനെ ധരിക്കുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൽ പുതുക്കത്തിന്റെ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, മൂടുപടം നീക്കി മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. മൂടുപടം നീക്കി മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. 2 കൊരിന്ത്യർ 3:18 വാക്യത്തിൽ പറയുന്നു: മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിനുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. പുറത്തും അകത്തും ഒരുപോലെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പുറമേയും അകമേയും ഒരുപോലെയുള്ള ഒരേ മനസ്സുള്ള ആളായി ജീവിക്കുമ്പോൾ, ആളായി മാറുമ്പോൾ കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. അപ്രകാരം നമ്മളുടെ മനസ്സുകളെയൊക്കെ ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 2 കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, ക്രിസ്തുയേശുവിൽ പുതുക്കത്തിന്റെ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്താനായിട്ട് സാധിക്കണം. 2, മൂടുപടം നീക്കി മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. മൂന്നാമതായി, ക്രിസ്മസിന്റെ ഒരു സന്ദേശം എന്ന പോലെ പറയാനായിട്ടാണ്, ഒരു കഥ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏലി വിൽസലിന്റെ നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നാസികൾ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്, അതും തൂക്കിലേറ്റാൻ. ഭാരക്കുറവ് മൂലം പിടഞ്ഞു മരിക്കുന്ന ആ
കുഞ്ഞിൻ്റെ പ്രാണവേദന കണ്ട് ഒരു മനുഷ്യൻ അലമുറയിട്ട് ചോദിക്കുകയാണ്, ദൈവം എവിടെ? ഈ പിഞ്ചു കുഞ്ഞിൻ്റെ വേദന പോലും കാണാൻ കഴിയാത്ത ദൈവം ഒരു ദൈവമാണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന മറ്റൊരു വ്യക്തി പറയുകയാണ്, നീ കാണുന്നില്ലേ ആ കുഞ്ഞിൻ്റെ അപ്പുറത്ത് മരണവേദന, ആ കുഞ്ഞിനെ പോലെ തന്നെ മരണവേദന അനുഭവിക്കുന്ന ഒരു ക്രിസ്തുവിനെ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഇതുതന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് വേണ്ടി സാധാരണക്കാരിലും സാധാരണമായി കാലിത്തൊഴുത്തിൽ ജനിച്ച് നമുക്ക് വേണ്ടി ഇന്നും എന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ സഫലീകരിച്ചുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിനായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ക്രിസ്മസ് പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.